വെൽക്കം ബാക്ക് ടു എൻചാന്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നാണ് ഈ സീരീസിന്റെ പേര്. അപ്പൊ ഇവിടെ ദിവസവും വരുന്ന കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ നോട്ട് ചെയ്ത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് എന്തൊക്കെയാണ് കറണ്ട് അഫയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് കറണ്ട് അഫയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. മാക്സിമം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ക്ലാസ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സിവിൽ തർക്കങ്ങൾ ക്രിമിനൽ കേസുകളാക്കി മാറ്റുവാനാകില്ലെന്ന സുപ്രീം കോടതി സുപ്രധാന വിധി പറഞ്ഞ ജഡ്ജി ആരാണ്? സിവിൽ തർക്കങ്ങൾ ക്രിമിനൽ കേസുകളാക്കി മാറ്റുവാനാകില്ല സുപ്രീം കോടതി സുപ്രധാന വിധി പറഞ്ഞ ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്നയാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്നയാണ് സിവിൽ തർക്കങ്ങൾ ക്രിമിനൽ കേസുകളാക്കി മാറ്റുവാനാകില്ലെന്ന് സുപ്രീം കോടതി സുപ്രധാന വിധി പറഞ്ഞ ജഡ്ജി. അതിനോടൊപ്പം തന്നെ നമ്മൾ കറണ്ട് അഫയറിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്, കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജാംദാർ ആണ് കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് നമ്മളെ ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, മുനമ്പം വഖഫ് ഭൂമി തർക്കം പരിഹരിക്കാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആരാണ്? അപ്പൊ മുനമ്പം വഖഫ് ഭൂമി തർക്കം പരിഹരിക്കാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ. അപ്പൊ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് മുനമ്പം വഖഫ് ഭൂമി തർക്കം പരിഹരിക്കാൻ നിയോഗിച്ച കമ്മീഷൻ എന്ന് ഓർത്തുവെക്കുക. അപ്പൊ മുനമ്പം വഖഫ് ഭൂമി തർക്കം പരിഹരിക്കാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ആണെന്ന് കൂടെ ഓർത്തുവെക്കുക. അടുത്തത്, മാലിന്യമുക്തം നവകേരളം പദ്ധതിയാണ്. മാലിന്യമുക്തം നവകേരളം അവാർഡ് ഏറ്റവും നല്ല സ്വയംഭരണ സ്ഥാപനത്തിന് ലഭിച്ചത് ഏത് ജില്ലാ ഗ്രാമപഞ്ചായത്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റൂർ ജില്ലാ ഗ്രാമപഞ്ചായത്തിനാണ്. അപ്പൊ മാലിന്യമുക്തം നവകേരളം പദ്ധതി പ്രകാരം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ് മികച്ച ഗ്രാമപഞ്ചായത്തിന് അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റൂർ എന്ന് പറയുന്ന മികച്ച ഗ്രാമപഞ്ചായത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയാണ്. അതുപോലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് വർക്കലയാണെന്ന് കൂടെ ഓർത്തുവെക്കുക. അപ്പൊ മാലിന്യമുക്ത നവകേരള പദ്ധതി പ്രകാരം മികച്ച സ്വയംഭരണ സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റൂർ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒറ്റൂർ എന്നാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആറ്റിങ്ങൽ മികച്ച മുനിസിപ്പാലിറ്റിയും വർക്കല മികച്ച ബ്ലോക്ക് പഞ്ചായത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടെ ഓർത്തുവെക്കുക. അപ്പൊ അതാണ് അടുത്ത മനസ്സിലാക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം 2025 നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലേക്ക് പുതിയതായി അനുവദിച്ച ബൂത്തുകളുടെ എണ്ണം എത്രയാണ്? അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം 2025 നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലേക്ക് പുതിയതായി അനുവദിച്ച ബൂത്തുകളുടെ എണ്ണം 59 ആണെന്ന് ഓർത്തുവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം 2025 നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലേക്ക് പുതുതായി അനുവദിച്ച ബൂത്തുകളുടെ എണ്ണം എത്രയാണ്? 59 ആണ്. നിലവിൽ അവിടെ ബൂത്തുകളുടെ എണ്ണം 263 ആണെന്ന് കൂടെ ഓർത്തുവെക്കുക. അപ്പൊ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ആകെ ബൂത്തുകളുടെ എണ്ണം 263 ആണ്. 51 ബൂത്തുകളാണ് പുതുതായിട്ട് അനുവദിച്ചതും കൂടെ ഓർത്തുവെക്കുക. ഇനി 2025 സുപ്രീം കോടതിയുടെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ സുപ്രീം കോടതി ജുഡീഷ്യൽ സഹകരണത്തിനായിട്ട് ഒരു രാജ്യവുമായിട്ട് MOU അതായത് മെമ്മോറാണ്ടം ഓൺ അണ്ടർസ്റ്റാൻഡിങ് മെമ്മോറാണ്ടം ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചതെന്ന് ചോദ്യം. ആ ഉത്തരം നേപ്പാൾ ആണെന്ന് കൂടെ ഓർത്തുവെക്കുക. അപ്പൊ എന്താണ് ഒന്നുകൂടെ മനസ്സിലാക്കാം. 2025 സുപ്രീം കോടതി ജുഡീഷ്യൽ സഹകരണത്തിനായിട്ട് മോം ഒപ്പുവെച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. മോം എന്നത് മെമ്മോറാണ്ടം ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അത് ഒപ്പുവെച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ്. അപ്പൊ രണ്ട് രാജ്യങ്ങളുടെയും കൂടെ ജുഡീഷ്യൽ വ്യവസ്ഥകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ നിയമവ്യവസ്ഥകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് MOU ഒപ്പുവെച്ചതെന്നും കൂടെ ഓർത്തുവെക്കുക. അപ്പൊ ഏത് രാജ്യമാണ് ഒപ്പുവെച്ചത്? നേപ്പാൾ എന്ന രാജ്യമായിട്ടാണ് ഒപ്പുവെച്ചതെന്നും കൂടെ ഓർത്തുവെക്കുക. ഇനി ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷനെ ഇന്ത്യയിൽ ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? അപ്പൊ ബംഗ്ലാദേശിലെ ഹൈക്കമ്മീഷനായി ഇന്ത്യയിൽ ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ റയീസ് ഹമീദുള്ളയാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ റയീസ് ഹമീദുള്ളയാണ് ബംഗ്ലാദേശിന്റെ ഈ ഹൈക്കമ്മീഷൻ ഇന്ത്യയിൽ ചുമതലയേറ്റ വ്യക്തി. ഇനി അദ്ദേഹം അടുത്ത മനസ്സിലാക്കേണ്ട ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനം വേഗത്തിൽ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനം വേഗത്തിൽ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് K-SMART. അപ്പൊ K-SMARTന്റെ ഫുൾ ഫോം എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് K-SMARTന്റെ ഫുൾ ഫോം ആണ്. നിങ്ങൾ ഓർത്തുവെക്കുക. ചോദ്യം ഇതായിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനം വേഗത്തിൽ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി K-SMART.
അപ്പൊ ഈ ഒരു വേർഷനിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ ക്ലാസ് വേണമെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം, മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.